ഈ ഇരിക്കുന്നത് കണ്ടോ 5 മനുഷ്യന്മാരുടെ ഹൃദയങ്ങളാണ് ഒറിജിനലി. ഇനി എന്തൊക്കെ വന്നാലും ഈ എക്സിബിഷൻ സീരീസ് ഞാൻ ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്ന തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഇത് നമ്മുടെ വീഡിയോൻ്റെ ഫൈനൽ പാർട്ടാണ്. ആദ്യം നമുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഒരു പ്രഗ്നൻസിയുടെ സെക്ഷൻ ആയിരുന്നു. അതിൽ പ്രഗ്നൻസിക്ക് യൂസ് ചെയ്യുന്ന ടൂളുകൾ ഉണ്ടായിരുന്നു, പിന്നെ പ്രഗ്നൻസിയുടെ ഡിഫറെൻറ്റ് സ്റ്റെപ്സുകൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ വ്യക്തമായിട്ടൊരു സ്ക്രീനിൽ അവിടെ കാണിക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള സെഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ആ സെയിം സെഷനിൽ തന്നെ ഡൗൺ സിൻഡ്രോം പോലത്തുള്ള അസുഖങ്ങളെ പറ്റിയിട്ട്, കുട്ടികൾക്ക് വരുന്ന അസുഖങ്ങളെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബ്രസ്റ്റ് എക്സാമിനേഷൻസ് നടത്താനുള്ളതിൻ്റെ പലതരത്തിലുള്ള സ്റ്റെപ്പുകൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, പിന്നെ അതിൻ്റെ വീഡിയോസൊക്കെ ഒരു സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവം. ഇതിൻ്റെ പേര് പറയാൻ എനിക്ക് അറിയത്തില്ല, പക്ഷേ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ വിൻഡ് പൈപ്പാണ്, അതായത് നമ്മുടെ ലങ്സിലേക്ക് പോകുന്ന ഒരു സംഭവം, ട്യൂബും. അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഒരു ട്യൂബ് കടത്തി കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ വഴി കാണാൻ പറ്റും അതിൻ്റെ ഉൾഭാഗം. അപ്പം അതാണ് ഇവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത്. സോ ഇങ്ങനെ ചെയ്യുമ്പം അതിൻ്റെ ഉള്ളിൽ കഫം എങ്ങാനും കെട്ടിക്കെടുക്കുകയാണെങ്കിൽ ആ ഒരു ട്യൂബ് വെച്ച് തന്നെ അത് സക്ക് ചെയ്തെടുക്കാനൊക്കെ പറ്റും. സോ അത് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഞാനിങ്ങനെ ഇത് സ്ക്രീനിലൊന്നും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരുന്നു. നമ്മുടെ കുഞ്ഞുണ്ണികളിനെയൊക്കെ നോക്കാൻ പീഡിയാട്രിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉള്ളതുപോലെ നല്ല പ്രായമായിട്ടുള്ള ആൾക്കാരെ നോക്കാനുണ്ട്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ജീഡിയാട്രിക്സ് എന്ന്. സോ ആ ഒരു ഏരിയ ഇവരിതേപോലെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് നല്ല എന്തൊരു ഹെവൻലി ഒരു സംഭവമൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ടുള്ള സെഷൻ എന്ന് പറയുന്നത് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മോഡലാണ്. ആക്ച്വലി ഞങ്ങൾ സമയം കുറവായിരുന്നത് കൊണ്ട് അങ്ങോട്ട് കയറാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെയുള്ളൊരു ഡോക്ടറാണ് പറഞ്ഞത്, ഇത് നിങ്ങളിപ്പോൾ കണ്ടില്ലെങ്കിൽ ഇനി എപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു തവണ ഒന്ന് കയറി നോക്കാൻ. സോ അവിടേക്ക് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. അത് പണിതിട്ടുള്ളത് സ്റ്റീൽ യൂസ് ചെയ്തിട്ടാണ് ഓപ്പറേഷൻ തിയേറ്റർ. അത് അണുവിമുക്തമാക്കിയിട്ടുണ്ടാവും. പിന്നെ അവിടെ ക്ലോക്ക് ഉണ്ടായിരിക്കും, സമയം അറിയാനും ഓപ്പറേഷൻ എടുക്കുന്ന സമയം അറിയാനും. പിന്നെ ഇത് ഓർഗൻ പുറത്തേക്ക് വെച്ചിട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടതാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ അതിന് യൂസ് ചെയ്യുന്ന ടൂളുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അത് അവിടെ സ്ക്രീനിൽ കാണാനുള്ള സെറ്റപ്പ് ഉണ്ടാവും. അങ്ങനെ അത് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഒരു മോഡൽ നമുക്ക് കാണാൻ പറ്റി. അടുത്തെന്ന് പറയുന്നത് റോബോട്ടിക് സർജറിയുടെ മോഡലായിരുന്നു. അതായത് സർജറി ചെയ്യുന്നൊരു റോബോട്ട് ഉണ്ടായിരിക്കും, ആൻഡ് അതിനെ നമ്മുടെ ഡോക്ടർ കൺട്രോൾ ചെയ്യുന്ന ഒരു മെഷീനും കൂടി ഉണ്ടായിരിക്കും. സോ ഇതാണ് റോബോട്ട് ആൻഡ് ഇതാണ് സർജൻ കൺട്രോൾ ചെയ്യുന്നത്. അത് അവിടെ വീഡിയോയിൽ കാണാനും പറ്റും. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ എക്സിബിഷൻ പാർട്ട്. അപ്പം താങ്ക് യു, ടാറ്റാ.